عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനും സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. സാന്ദർഭികമായി ആശുറ താസ്വ എന്ന വിഷയത്തെ സംബന്ധിച്ച്, നോമ്പിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് നല്ലതായിരിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു വിഷയം തിരഞ്ഞെടുത്തത്. അള്ളാഹു വിഷയങ്ങൾ പഠിച്ച് അതനുസരിച്ച് അമല് ചെയ്യുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആശുറാ താസുആ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ് എന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മുഹറം 9, 10 നോമ്പ്. ഈ നോമ്പിനെ സംബന്ധിച്ച് ആണ് നമ്മൾ സാധാരണയായി ആശുറാ താസുആ എന്ന് പറയാറുള്ളത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ രണ്ട് പദങ്ങളെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, ആശുറ വതാസുഅ ഇസ്മാനി മംദൂദാനി هذا هو المشهور في كتب اللغة. قال أصحابنا هو اليوم العاشر من المحرم والتاسع والتاسع منه وبه قال جمهور العلماء. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന്റെ പദങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തതിന് ശേഷം അദ്ദേഹം നമുക്ക് വിശദീകരിച്ചു തരുന്നത്, മുഹറം 10 ആണ് ആശുറ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ മുഹറം 9 ആണ് താസുആ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇത് ഇബ്നുൽ അസീർ അതേപോലെ തന്നെ മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ അത് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ മുഹറം 9, 10 ഇതാണ് ആശുറാ താസുആ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ നോമ്പിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മുമ്പുള്ള നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മുഹറം മാസത്തിന്റെ ഫളായിലുകളെ കുറിച്ചും
അതേപോലെ തന്നെ ഹിജറ കലണ്ടറിനെ സംബന്ധിച്ചും കർബല, നഹ്സ്, ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ചില പോയിന്റുകൾ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ചുരുക്കം വളരെ പ്രധാനപ്പെട്ട നോമ്പാണ് ഇത് രണ്ടും. അത് വളരെ ശക്തമായ സുന്നത്തായിട്ടാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ നോമ്പിന്റെ ഫളായിലുകളെ സംബന്ധിച്ചുള്ള ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് ഹദീസുകളിലൂടെ ഈ ആശുറ നോമ്പിന്റെയും താസുആ നോമ്പിന്റെയും ഫളായിലുകൾ നമുക്ക് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ഹദീസുകളിലൂടെ തന്നെ. അതിന്റെ മുമ്പ് മനസ്സിലാക്കേണ്ടത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം, ആശുറ നോമ്പ് അത് നിർബന്ധ നോമ്പായിരുന്നോ ഇല്ല എന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. റമളാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിന്റെ മുമ്പ് ആശുറ നോമ്പ് നിർബന്ധമായിരുന്നോ അല്ലേ? ഈ വിഷയത്തിൽ നമ്മുടെ മുൻഗാമികളായ സലഫുകൾക്കിടയിൽ, പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച നടന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും രണ്ട് അഭിപ്രായങ്ങളാണ് ആ വിഷയത്തിലുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം, തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കൂടുതൽ സാധ്യതയുള്ളത്, പണ്ഡിതന്മാർ പഠിപ്പിച്ചത് അന്നഹു കാന വാജിബൻ എന്നത് തന്നെയാണ്. മുഹറം 10 നോമ്പ് അത് നിർബന്ധമായിരുന്നു ആദ്യം എന്നതാണ്. ഇത് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഉലമാക്കൾ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം, അതേപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ ഈ നോമ്പ് അതേപോലെ തന്നെ തഫ്സീറുകളിൽ, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറുകളിൽ, അതേപോലെ തന്നെ തബീരിയുടെ തഫ്സീറുകളിലൊക്കെ ഇത് നിർബന്ധമായിരുന്നു എന്ന് പറയുന്ന ഹദീസുകൾ അവരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ പല ഇമാമികൾ അത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലും അത് നിർബന്ധമായിരുന്നു എന്നതാണ് നമുക്ക് കൂടുതൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽപ്പെട്ട ഈ നിർബന്ധ നോമ്പിനെ കുറിച്ച് ചർച്ച ചെയ്ത പണ്ഡിതന്മാർ പറയുന്നത് 3 ഘട്ടങ്ങൾ, അതിന്റെ മുമ്പ് 3 ഘട്ടങ്ങളാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതിനുള്ളത് എന്നത് അവർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇസ്ലാമിലെ പല ഹുക്കുമുകളും പല വിധികളും പല കർമ്മങ്ങളും അത് ഒരൊറ്റ സമയത്ത്, ഒരൊറ്റ ഘട്ടത്തിൽ, ഒരൊറ്റ തവണ നിർബന്ധമാക്കപ്പെട്ടതല്ല, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള വിധിവിലക്കുകളല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമസ്കാരം, അതേപോലെ തന്നെ പലതും. അതേപോലെ തന്നെയാണ് നോമ്പും. അത് റമദാനില് നിങ്ങൾ നിർബന്ധമായി നോമ്പ് നോൽക്കണമെന്ന കൽപ്പന അത് ഒറ്റടിക്ക് കൽപ്പിച്ചതല്ല, അതിന്റെ ചില ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അതിന്റെ 3 ഘട്ടങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തവർ പറഞ്ഞത്, അതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് സൗമു സലാസത്തി അയ്യാമിന് വയൗമു ആശുറ, ഓരോ മാസത്തിലെയും 3 ദിവസത്തെ നോമ്പ്, അതേപോലെ തന്നെ ആശുറ നോമ്പ്. ഇതാണ് ഇതിന്റെ ഒന്നാമത്തെ ഘട്ടം. അതൊരു നിർബന്ധ രൂപത്തിൽ തന്നെ ആയിരുന്നു അനുഷ്ഠിക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നതാണ് ഹദീസുകൾ നമ്മൾ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോ ആശുറാന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ നമുക്കിത് ഉപകരിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇത് പ്രത്യേകമായി സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ഒന്നാമത്തെ ഘട്ടം, റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് മാസത്തിൽ 3 നോമ്പ്, അതേപോലെ തന്നെ ആശുറ നോമ്പ് അത് നിർബന്ധമായിരുന്നു എന്നുള്ളതാണ്. അതാണ് അതിന്റെ ഒന്നാമത്തെ ഘട്ടം, 3 ദിവസം നോമ്പ്, അതേപോലെ തന്നെ ആശുറ നോമ്പ്. അൽ മർഹലത്തു സാനിയ, അതിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള കൽപ്പന വന്നു. യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും എന്ന ആയത്ത് അവതരിപ്പിക്കപ്പെട്ടു. പക്ഷെ ആ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷവും ഇഖ്തിയാറിനുള്ള അവസരം ഉണ്ടായിരുന്നു.
അവർക്ക് തെരഞ്ഞെടുക്കാമായിരുന്നു. ആരോഗ്യമുള്ള ആളുകൾക്ക് തന്നെ അവർക്ക് വേണമെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കാം, അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കാം എന്നുള്ള അനുവാദം ഉണ്ടായിരുന്നു എന്നർത്ഥം. അലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ, സൂറത്തുൽ ബഖറയിലെ 184-ാമത്തെ ആയത്ത്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരത് വിശദീകരിച്ചത്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ സാധ്യമാകുന്ന ആളുകൾക്ക് തന്നെ അലല്ലദീന യുതീഖൂനഹു, നോമ്പ് അനുഷ്ഠിക്കാൻ സാധിക്കുന്നവർക്ക് തന്നെയും എന്ത് ചെയ്താൽ മതിയായിരുന്നു? ആ നോമ്പ് അവർക്ക് ഉപേക്ഷിക്കുകയും പകരം ഫിദിയ ആയി ഒരു നോമ്പിന് പകരം മിസ്കീന് ഭക്ഷണം കൊടുക്കുകയും ചെയ്താൽ മതിയായിരുന്നു. ഇതാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ രണ്ടാമത്തെ ഘട്ടം. കുത്തിബ അലൈക്കും സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും എന്ന ആയത്ത് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷവും ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് നോമ്പ് ഒഴിവാക്കുകയും പകരം അതിന് ഫിദിയ കൊടുക്കുകയും ചെയ്താൽ മതിയായിരുന്നു. അതാണ് അതിന്റെ രണ്ടാമത്തെ ഘട്ടം. എന്നാൽ പിന്നീട് അതിന്റെ ഏറ്റവും ഒടുവിൽ എല്ലാവർക്കും നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നത് ഫമൻ ഷഹിദ മിൻകും ഷഹറ ഫലസും എന്ന ആയത്ത് അവതരിപ്പിക്കപ്പെട്ടു. അതോടുകൂടി പിന്നെ ആരോഗ്യമുള്ള യാത്രക്കാരല്ലാത്ത എല്ലാവർക്കും നോമ്പ് നിർബന്ധമാണെന്ന കൽപ്പന എല്ലാവർക്കും അത് ബാധകമായി തീർന്നു. ആ ഹുക്മ് സ്ഥിരപ്പെട്ടു എന്നർത്ഥം. അതോടുകൂടിയിട്ട് എന്തായി? പിന്നെ ആശൂറ നോമ്പ് അത് നിർബന്ധമാക്കപ്പെട്ട അവസ്ഥയിൽ നിന്നും അത് പിന്നീട് പ്രബലമായൊരു സുന്നത്ത് എന്ന രീതിയിലേക്ക് മാറ്റപ്പെട്ടു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ വിഷയ സംബന്ധമായിട്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇത് കേവലം ചില വിശദീകരണങ്ങൾ മാത്രമല്ല, മറിച്ച് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്. എന്താണ് അവരതിന് തെളിവായിട്ട് പറയുന്നത്? ചില ഹദീസുകളാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന്, അതേപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൽ നിന്ന്, അങ്ങനെ വ്യത്യസ്തമായ പല റിപ്പോർട്ടുകളും അതിൽ വന്നിട്ടുണ്ട്. അതില് ചില ഹദീസുകള് ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള ഹദീസിൽ കാണാം, കാനത്ത് ഖുറൈശുൻ തസൂമു ആശൂറ ഫിൽ ജാഹിലിയ കാലഘട്ടത്തിൽ ആശൂറ നോമ്പ് ഖുറൈശികൾ അനുഷ്ഠിച്ചിരുന്നു. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമുഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. ഫലമ ഹാജറ ഇലൽ മദീന സ്വാമഹു വ അമറ ബിസിയാമിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ പോയി ആ നോമ്പ് അനുഷ്ഠിച്ചു വന്നിട്ടും ആ നോമ്പ് അനുഷ്ഠിച്ചു എന്ന് മാത്രമല്ല അത് അനുഷ്ഠിക്കാൻ കൽപ്പിച്ചു. ഫലമ്മ ഫുരില ഷഹ്റു റമദാന, അങ്ങനെ റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ശാഅ സോമ വമൻ ശാഅ തറക്കഹു, ഇനി ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആശൂറ നോമ്പ് അനുഷ്ഠിക്കാം, അല്ലാത്തവർക്ക് അത് ഉപേക്ഷിക്കുകയും ചെയ്യാം, ഒഴിവാക്കുകയും ചെയ്യാവുന്നതാണ്. ഇതാണ് അതിന്റെ ഒരു ഹദീസ് തെളിവായിട്ട് പറയുന്നത്. അപ്പൊ ഈ ഹദീസിൽ നമുക്കുള്ള ദിലാലത്ത് എന്താണ്? റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. ഇനി ആശൂറ നോമ്പ് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് അനുഷ്ഠിക്കാം, അതല്ലാത്തവർക്ക് അത് ഒഴിവാക്കുകയും ചെയ്യാം. ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹി വന്നിട്ടുള്ള ഹദീസാണ്. ഇത് ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള നിവേദനത്തിലാണ് ഇങ്ങനെ പറയുന്നത്. ഇനി ഇബ്നു ഉമർ റളിയല്ലാഹുവിൽ നിന്നുള്ള മറ്റൊരു റിവായത്തിൽ കാണാം, അന്ന അഹ്ലൽ ജാഹിലിയ്യത്തി കാനു യസൂമൂന യൗമ ആശൂറ വഅന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സോമഹു വൽ മുസ്ലിമൂന ഖബ്ല അൻ യുഫ്തറല റമദാന, ജാഹിലിയ കാലഘട്ടത്തിൽ അവർ ആശൂറ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നോമ്പ് അനുഷ്ഠിച്ചു. വൽ മുസ്ലിമൂന, മുസ്ലിങ്ങളും ആ നോമ്പ് അനുഷ്ഠിച്ചു. ഖബ്ല അൻ യുഫ്തറല റമദാൻ, റമദാൻ നിർബന്ധമാക്കപ്പെടുന്നതിന്റെ മുമ്പ്, റമദാൻ ഫറലാക്കപ്പെടുന്നതിന്റെ മുമ്പ്. ഫലമ്മഫ്തുരില റമദാൻ, അങ്ങനെ റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ആശൂറ യൗമുൻ മിൻ അയ്യാമില്ലാഹ് ഫമൻ ശാഅ സ്വാമഹു വമൻ ശാഅ തറക്കഹു. അപ്പോ അതാണ് രണ്ടാമത്തെ ഹദീസ്. ഈ ഹദീസിൽ നമുക്കുള്ള ദിലാലത്ത് റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിന്റെ മുമ്പ് മുസ്ലിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്നതാണ്. അപ്പൊ അതൊരു നിർബന്ധ രൂപത്തിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ആഷുറ എന്നത് അള്ളാഹുവിന്റെ ദിവസങ്ങളിൽപ്പെട്ട ഒരു ദിവസമാകുന്നു. അതുകൊണ്ട് അന്ന് നോമ്പനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നവര് നോമ്പനുഷ്ഠിക്കട്ടെ, അല്ലാത്തവരത് ഉപേക്ഷിച്ച് ഒഴിവാക്കിക്കൊള്ളട്ടെ. അതായത് ആ നിർബന്ധ സ്വഭാവത്തിൽ നിന്ന് അതിന്റെ ഹുക്മ മാറ്റപ്പെട്ടു എന്നർത്ഥം. ഇതാണ് അതിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ ഹദീസ്. ഈ ഹദീസ് ഇബ്നു ഉമറിൽ നിന്നുള്ള ഈ ഹദീസ് ഇത് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തതാണ്. ഇനി ഇതേപോലെ തന്നെ മഹാനായ സ്വഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇത് സംബന്ധമായിട്ടുള്ള ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസിൽ ഈ സംഗതി വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നിർബന്ധ രൂപത്തിൽ ഇത് അനുഷ്ഠിച്ചിരുന്നു. പിന്നീട് റമളാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോ ഇത് ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. തുരിക്ക എന്ന പദമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അതായത് പിന്നീട് നോമ്പ് ഒഴിവാക്കിയെന്നർത്ഥം. അവിടെ തുരിക്ക എന്നതിന് പണ്ഡിതന്മാർ കൊടുത്ത വ്യാഖ്യാനം ആ നോമ്പ് പറ്റ ഒഴിവാക്കി എന്നുള്ളതല്ല, അതിനെ പറ്റ മനസ്സൂഹാക്കി കളഞ്ഞു എന്നുള്ളതല്ല, മറിച്ച് അതിന്റെ നിർബന്ധ സ്വഭാവത്തിൽ നിന്ന് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് എന്നുള്ള രൂപത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. ആ ഹദീസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് ഈ ആശുറ നോമ്പിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു. ആ സന്ദർഭത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ലമ്മാ ഫുരിള റമദാൻ തുരിക്ക ആശുറ. ഇതാണത്, മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്. റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ ആശൂറ ഉപേക്ഷിക്കപ്പെട്ടു എന്നതാണ്, അത് ഒഴിവാക്കപ്പെട്ടു. അതിന്റെ അർത്ഥം ആ നോമ്പ് തന്നെ ഒഴിവാക്കി എന്നതല്ല. ഇബ്നു ഹജർ അതിനെ വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു മാ തറക്ക ഇസ്തിഹ്ബ ബൽ ഹുവ ബാഖിൻ ഫദല്ല അല അന്നൽ മത്റൂക വുജൂബ. ഇബ്നു ഹജർ ഇതിനെ വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞത് അത് ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ വുജൂബായ അവസ്ഥയാണ്. എന്നാൽ മാ തറക്ക ഇസ്തിഹ്ബാബിഹി അത് എന്തല്ല, അത് സുന്നത്താണ്, പ്രധാനപ്പെട്ട അത് ഒരു മക്കതായ സുന്നത്താണ് എന്നതിനെ ഒഴിവാക്കിയിട്ടില്ല. അതങ്ങനെ തന്നെയാണ്. ബൽഹുവ ബാഖിൻ, അത് ബാക്കി തന്നെയാണ്, അതങ്ങനെ തന്നെയാണ്. അതിൽ ആ നിർബന്ധത്തെയാണ് ഒഴിവാക്കിയത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് ഇബ്നു ഹജർ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഇനി ഈ ഹദീസുകളെ മൊത്തത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ ബുഖാരിയുടെ ശറഹിൽ ഇബ്നു ബത്തോൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ദല്ല ഹദീസു ആയിഷ റളിയല്ലാഹു അൻഹാ അല അന്ന സൗമഹു കാന വാജിബൻ ഖബ്ല അൻ യുഫ്റദ റമളാൻ വദല്ല അയ്ലൻ അല അന്ന സൗമഹു റുദ്ദ ഇല തതവ്വുഇ ബഅദ അൻ കാന ഫർളൻ. വളരെ വ്യക്തമായി തന്നെ സംശയമില്ലാത്ത വണ്ണം ഇബ്നു ബത്തോൽ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസ് അറിയിക്കുന്നു അല അന്ന സൗമഹു കാന വാജിബൻ, ഈ നോമ്പ് നിർബന്ധമായിരുന്നു എന്ന്. ഖബ്ല അൻ യുഫ്റദ റമളാൻ, റമളാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിന്റെ മുമ്പ് ആശുറ നോമ്പ് നിർബന്ധമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസ് തെളിയിക്കുന്നു. നമ്മൾ നേരത്തെ ഉദ്ധരിച്ച ഹദീസ്. അതേപോലെ തന്നെ വദല്ല ഐലൻ, ആ ഹദീസിൽ തന്നെ തെളിവുണ്ട് അല അന്ന സൗമഹു റുദ്ദ ഇല തതവ്വുഇ, അത് തതവ്വുഇലേക്ക് മടക്കപ്പെട്ടു എന്നും. ബഅദ അൻ കാന ഫർള, അത് ഫർളായതിനു ശേഷം അത് തതവ്വുഇലേക്ക് മടക്കപ്പെട്ടു എന്നതിനും ആ ഹദീസിൽ തെളിവുണ്ട് എന്ന് ഇതിനെ വിശദീകരിച്ചിട്ട് ഇബ്നു ബത്തോൽ റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് വിശദീകരിച്ചു തരാണ്. അപ്പോ ഇത് ആശുറ നോമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നമ്മൾ മനസ്സിലാക്കേണ്ടതും ഈ കാര്യം തന്നെയാണ്. ഈ നോമ്പ് അത് ആദ്യ ഘട്ടത്തിൽ അത് നിർബന്ധമായിരുന്നു എന്നതിനാണ് തെളിവുകൾ നമുക്ക് കാണുന്നത്. അപ്പോൾ ഇത് ഈ ആശുറ നോമ്പിന്റെ ഫളായിലുകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്. ആദ്യ ഘട്ടത്തിൽ ആശുറ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരുന്നു. പിന്നെ റമളാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതിന് ശേഷം അത് മറ്റൊരു രീതിയിലേക്ക്, സുന്നത്തായ രീതിയിലേക്ക് അത് മാറ്റപ്പെട്ടു. ഇതാണ് ഇതിൽ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. രണ്ടാമതായി, അപ്പൊ ഈ നോമ്പിന്റെ ശ്രേഷ്ഠത നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി മനസ്സിലാക്കേണ്ടത് ഈ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം ഫളായിലുകൾ, എന്തെല്ലാം ശ്രേഷ്ഠതകളാണ് ഉണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഓരോ നോമ്പിനും അതിൻ്റെതായ ശ്രേഷ്ഠതകളുണ്ട്.
ഖിയാമുൽ ബീദിന്റെ നോമ്പിന് അതിൻ്റെതായ ശ്രേഷ്ഠതകള്, അതേപോലെ തന്നെ അറഫ നോമ്പ്, അത് അങ്ങനെ പല നോമ്പുകളും ഓരോന്നിന്റെയും എന്തെല്ലാം ശ്രേഷ്ഠതകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതില് ഈ ആശുറ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒട്ടനവധി ഹദീസുകളുണ്ട്. ആ ഹദീസുകളിൽ നിന്ന് ഈ നോമ്പിന് എത്രത്തോളം ശ്രേഷ്ഠതകൾ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട ചില ഹദീസുകൾ. ഒന്ന് മനസ്സിലാക്കേണ്ടത്, റമദാനിലെ നോമ്പ് നിർബന്ധമാണ്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അത് റമദാനിലെ നോമ്പാണ്. എന്നാൽ റമദാനിലെ നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഏതാണ്? അത് ഈ മുഹറം മാസത്തിലെ നോമ്പാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലുസ് സിയാമി ബഅദ റമദാന ശഹറുല്ലാഹിൽ മുഹറം. ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അഫ്ളലുസ് സിയാമി എന്നാണ് ഹദീസിൽ പ്രയോഗിച്ചത്. സൗമുൻ സിയാമുൻ, നോമ്പുകളിൽ ഏറ്റവും അഫ്ളലായത്, ഏറ്റവും ശ്രേഷ്ഠമായത് ബഅദ റമദാൻ, അത് റമദാനിന് ശേഷം. റമദാനിലെ നോമ്പ് നിർബന്ധമാണ്. അതിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് നമുക്കറിയാം. പിന്നെ വേറെ 11 മാസങ്ങൾ ബാക്കിയുണ്ട്. ആ 11 മാസങ്ങളിൽ റമദാൻ മാറ്റി നിർത്തിയാൽ ബാക്കി 11 മാസങ്ങൾ. ആ 11 മാസങ്ങളിൽ ഒരു മനുഷ്യൻ അനുഷ്ഠിക്കുന്ന നോമ്പുകളിൽ അഫ്ളൽ, അതാണ് അഫ്ളലുസ് സിയാമി, നോമ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്നാണ് റമദാനിന് ശേഷം. ഷഹറുല്ലാഹിൽ മുഹറം, അത് അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പാണ്. ഷഹറുല്ലാ എന്നതിനെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് ഈ മാസത്തിന്റെ ഫലായിലുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഷഹറുല്ലാ എന്നത് പ്രയോഗിച്ചു എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പാകുന്നു റമദാനിന് ശേഷം ഒരു മനുഷ്യന്, മുസ്ലിമിന്, ഒരു സത്യവിശ്വാസിക്ക് അനുഷ്ഠിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. ആ ഹദീസിന്റെ ബാക്കി ഭാഗത്താണ് അഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ, നിർബന്ധ നമസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം അത് രാത്രിയിൽ നമസ്കാരമാണ് എന്ന ഭാഗം വരുന്നത്. ഇതിന്റെ ബാക്കി ഭാഗമാണ്. ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഹദീസ്. അപ്പോ രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ആദ്യത് നിർബന്ധമായിരുന്നു, പിന്നീട് അതിൻ്റെതായ പ്രാധാന്യം അതിന് വന്നു, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് എന്ന രൂപത്തിലേക്ക് വന്നു. 2, റമദാൻ എന്നുള്ള നിർബന്ധ നോമ്പിന് ശേഷം ഒരു മുസ്ലിമിന്, സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അനുഷ്ഠിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഈ മുഹറം മാസത്തിലെ നോമ്പാണ്. ആശുറാവും താസ്വാവും ഉൾപ്പെടുന്ന നോമ്പ് ഈ മുഹറം മാസത്തിലെ നോമ്പ്. മറ്റൊരു ഹദീസിൽ കാണാം, ഈ നോമ്പിന്റെ പ്രത്യേകതയായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ നമ്മൾ ഉദ്ധരിച്ച ഹദീസിൽ അത് വന്നു, ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ പോലും ഈ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം അതിന് ശ്രേഷ്ഠത ഉണ്ടായിരുന്നു. ഖുറൈശികൾ ഈ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു, ജാഹിലിയ കാലഘട്ടത്തിൽ ആളുകൾ ഈ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്നുള്ള വ്യത്യസ്തമായ റിവായത്തുകൾ കാണാം. അപ്പൊ ഈ ആശുറ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു ശ്രേഷ്ഠത അതിനുണ്ട്. അവര് പോലും ആശുറ നോമ്പിനെ, അതിന്റെ ഫലായിലുകളെ പറ്റി ഒരു ബോധവാന്മാരായിരുന്നു, അവര് മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ 1-2 റിവായത്തുകൾ നമ്മൾ വായിച്ചു. ആ ഹദീസിന്റെ ഭാഗം, കാനത്ത് ഖുറൈശുൻ തസൂമു ആശുറ ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിൽ ആശുറ നോമ്പ് ഖുറൈശികൾ അനുഷ്ഠിച്ചിരുന്നു. അപ്പൊ ഖുറൈശികൾ പോലും ഈ ആശുറ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്നർത്ഥം. ഇത് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹുവിൽ നിന്നുള്ള നിവേദനത്തിൽ പറയുന്നത് അന്ന അഹ്ലൽ ജാഹിലിയ എന്നാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവർ കാനു യസൂമുന യൗമ ആശുറ, അവർ ആശുറ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിൽ ആളുകൾ പോലും ആശുറ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതെന്തുകൊണ്ട് ഇവര് ഈ നോമ്പ് അനുഷ്ഠിച്ചിരുന്നതിലും പല വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. ജാഹിലിയ കാലഘട്ടത്തിലെ ഖുറൈശികൾ ആശുറ നോമ്പ് അവരനുഷ്ഠിക്കാനുണ്ടായിരുന്ന കാരണങ്ങളെ കുറിച്ച്, അവർക്ക് അതെങ്ങനെ ലഭിച്ചു എന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ ദീർഘമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ഇബ്നു ഹജർ അദ്ദേഹം ഫത്ഹുൽ ബാരിയിൽ ഖുർത്തുബിയുടെ ഒരു വാചകമായിട്ട് എടുത്തു കൊടുക്കുന്നത്, ഖുറൈശികൾ ഈ നോമ്പ് അവർക്ക് ലഭിച്ചത് ഒരു പക്ഷേ മുമ്പ് ഉള്ള ഷറയിൽ നിന്നായിരിക്കാം. ഏതുപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഷറയിൽ നിന്നായിരിക്കാം. ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാചകം
ഇബ്നു ഹജർ എടുത്ത് ഉദ്ധരിക്കാണ്. അല്ല ഖുറൈശൻ കാനു യസ്തനിദൂന ഫീ സൗമിഹി ഇലാ ശറഇ മൻ മലാ ക ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പോലുള്ള പ്രവാചകന്മാരുടെ അങ്ങനെയുള്ള മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ശറഇനെ അവലംബിച്ചുകൊണ്ടായിരിക്കാം ആയേക്കാം ഒരു പക്ഷേ ഖുറൈശികൾ ഈ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് എന്നാണ്. ഇതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവരോട് ഹജ്ജിന്റെ കാര്യത്തിൽ അവരോട് മുവാഫക്കത്ത് ആയതുപോലെ തന്നെ ആയിരിക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നോമ്പ് അനുഷ്ഠിച്ചത്. അല്ലെങ്കിൽ അതിനല്ലാഹു ലഹു ഫീ സിയാമിഹി അലാ അന്നഹു, അതല്ലെങ്കിൽ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവാദം കൊടുത്തിരിക്കാം. കാരണം എന്താ, അലാ അന്നഹു അത് എന്താണ്, ഒരു ഖൈർ ചെയ്യലാണല്ലോ, ആ അടിസ്ഥാനത്തിലായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അനുഷ്ഠിക്കാനുണ്ടായ കാരണം. ഇങ്ങനെ പല രൂപത്തിൽ അതിന്റെ വിശദീകരണങ്ങൾ പോകുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇബ്നു ഹജർ മറ്റൊരു വ്യാഖ്യാനം പറയുന്നത് അവർ വലിയൊരു തെറ്റ് ചെയ്തു ജാഹിലിയ കാലഘട്ടത്തിൽ ഖുറൈശികൾ. അപ്പോൾ അവരോട് പറയപ്പെട്ടു, നിങ്ങൾ ആശൂറ നോമ്പ് അനുഷ്ഠിച്ചാൽ മതി, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഇങ്ങനെ പല ചർച്ചകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കൂടുതൽ സന്ദർഭത്തിൽ കടന്നു പോകുന്നില്ല. അപ്പൊ ഈ രൂപത്തിലാണ് ആ ഹദീസിന് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള വ്യാഖ്യാനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം മൂന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട സംഗതി ഇതാണ്. ഇത് ജാഹിലിയ കാലഘട്ടത്തിൽ ഖുറൈശികൾ പോലും, ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾ പോലും ഈ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്നുള്ളതാണ്. അതിന്റെ കാരണങ്ങൾ എന്താണെങ്കിലും ഒരു ആശൂറ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. ഇനി ഇതേപോലെ തന്നെ ജൂതന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവരും ഈ ആശൂറ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്നത് ഹദീസുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ധാരാളം ഹദീസുകൾ ആ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദിമൽ മദീന ഫവജദൽ യഹൂദ സിയാമൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നു. ആ സന്ദർഭത്തിൽ യഹൂദികൾ ഈ നോമ്പ് അനുഷ്ഠിക്കുന്നു. ഫവജദൽ യഹൂദ സിയാമൻ യൗമ ആശൂറ, ആശൂറ നോമ്പ് അനുഷ്ഠിക്കുന്നത് കണ്ടു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല ലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, മാ ഹാദൽ യൗമുൽ ലദീ തസൂമൂന, നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്ന ഈ ദിവസം ഏതാണ്, എന്താണ് ഇതിന്റെ പ്രത്യേകത? ഫഖാലു, അവർ പറഞ്ഞു, ഹാദാ യൗമുൻ അളീമുൻ, ഇത് മഹത്തായ ഒരു ദിവസമാണ്. അൻജല്ലാഹു ഫീഹി മൂസാ വ ഖൗമഹു, അള്ളാഹുവിന്റെ പ്രവാചകനായ റസൂലായ മൂസയെയും അദ്ദേഹത്തിന്റെ ജനതയെയും അള്ളാഹു രക്ഷപ്പെടുത്തിയത് ഈ ദിവസമാണ്. വഖറഖ ഫിർഔന വ ഖൗമഹു, ഫിർഔനെയും അവന്റെ കിങ്കരന്മാരെയും അള്ളാഹു മുക്കി നശിപ്പിച്ചത് ഈ ദിവസത്തിലാണ്. ഫസാമഹു മൂസാ ശുക്രൻ, മൂസാ നബി അലൈഹിസ്സലാം അതിന് നന്ദി കാണിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം നോമ്പനുഷ്ഠിച്ചു. ഫനഹ്നു നസൂമുഹു, അതുകൊണ്ട് ഞങ്ങളും ഈ നോമ്പനുഷ്ഠിക്കുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫനഹ്നു അഹഖു വ ഔലാ ബിമൂസാ മിൻകും, ഞങ്ങളാണ് ഏറ്റവും കടപ്പെട്ടവരും ഏറ്റവും അർഹരായവരും മൂസാ നബി അലൈഹി സ്വലാമിനോട് നിങ്ങളെക്കാൾ ഏറ്റവും കടപ്പെട്ടവരും ഈ നോമ്പനുഷ്ഠിക്കാൻ ഏറ്റവും അർഹരായവരും ഞങ്ങളാണ്. ഫസാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നോമ്പനുഷ്ഠിച്ചു. അമറ ബിസിയാമിഹി, ആ നോമ്പനുഷ്ഠിക്കാനും കൽപ്പിക്കുകയും ചെയ്തു. അപ്പോ മക്കയിൽ വെച്ച് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. ചില ആളുകൾക്കൊരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്, നമ്മളത് സമയം ഉണ്ടെങ്കിൽ വിശദീകരിക്കും. അതായത് ജൂതന്മാരുടേത് കണ്ടതിന് ശേഷമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നോമ്പ് അനുഷ്ഠിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ ഹദീസിൽ നമുക്കുള്ള ദിലാലത്ത്, നമുക്കുള്ള തെളിവ് എന്താണ്? ഖുറൈശികൾ ഈ നോമ്പ് അനുഷ്ഠിച്ചു, ജാഹിലിയ കാലഘട്ടത്തിൽ ആളുകൾ ഈ നോമ്പ് അനുഷ്ഠിച്ചു. അതിന്റെ കാരണങ്ങൾ എന്തുമാകട്ടെ. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ച് ഈ നോമ്പ് അനുഷ്ഠിച്ചു. പിന്നീട് ഹദീസുകളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് ജൂതന്മാരും ആശൂറ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണവും വളരെ പ്രധാനപ്പെട്ട കാരണമായിരുന്നു. അവരതിനെ സംബന്ധിച്ച് പറഞ്ഞത് ഹാദാ യൗമുൻ അളീമുൻ, ഇത് മഹത്തായ ഒരു ദിവസമാണ് എന്നാണ് അവർ പറഞ്ഞത്. കാരണം മൂസാ നബി അലൈഹി സ്വലാമിനെയും വിശ്വസിച്ചവരെയും അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ്. അതേപോലെ തന്നെ ഫിർഔനെയും അവന്റെ കിങ്കരന്മാരെയും അള്ളാഹു നശിപ്പിച്ച ദിവസമാണ്. അതുകൊണ്ട് ആണ് ഞങ്ങൾ അന്ന് നോമ്പ് നോൽക്കുന്നത്. വേറെ ചില റിവായത്തുകളിൽ കാണാം, മൂസാ നബി അലൈഹിസ്സലാം ഫനഹ്നു നസൂമുഹു തഅലീമൻ ലഹു,
അദ്ദേഹത്തെ ആദരവായിക്കൊണ്ടാണ്, ബഹുമാനിച്ചുകൊണ്ടാണ്, ആ മാതൃക പിൻപറ്റിക്കൊണ്ടാണ് ഞങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്നൊക്കെ വേറെ പല റിവായത്തുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇത് ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ള റിവായത്താണ്. അപ്പോൾ നമുക്കുള്ള പോയിന്റ് ഇതാണ്, ജൂതന്മാരും ആശുറ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. അതിന്റെ കാരണം നമ്മൾ ഈ ഹദീസിൽ പറഞ്ഞതാണ്. ഇത് വ്യത്യസ്തമായ പല റിവായത്തുകളും ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ നാലാമത്തെ പ്രത്യേകത, ആശുറ നോമ്പിന്റെ നാലാമത്തെ പ്രത്യേകത. അഞ്ചാമതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അദ്ദേഹം താല്പര്യം കാണിച്ചിരുന്നത് ആശുറ നോമ്പ് അനുഷ്ഠിക്കാനായിരുന്നു എന്നതാണ്. മറ്റ് ഏതൊരു നോമ്പും അനുഷ്ഠിക്കാൻ അദ്ദേഹം കാണിച്ചിരുന്ന താല്പര്യത്തെക്കാൾ, ആവേശത്തെക്കാൾ, ആഗ്രഹത്തെക്കാൾ അദ്ദേഹത്തിന് ആശുറ നോമ്പ് അനുഷ്ഠിക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു എന്നതാണ്. അത് ഇതിന്റെ പ്രത്യേകതയാണ്. അഞ്ചാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഫളായിൽ അതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നു, മാ റഅയ്തു അൻ-നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഹറാ സിയാമ യൗമിൻ ഫളലഹു അലാ ഗൈരിഹി ഇല്ലാ ഹാദൽ യൗമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടിട്ടില്ല. യതഹറ എന്നാണ് പ്രയോഗിച്ചത്. തഹറ എന്ന ആ പ്രയോഗത്തിന്റെ അർത്ഥം പണ്ഡിതന്മാർ വിശദീകരിച്ചത് വളരെയധികം ആഗ്രഹത്തോടെ, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, താല്പര്യത്തോടുകൂടി ഒരു കാര്യം ചെയ്യുന്നതിനാണ് പറയുക. ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസിൽ തഹറൗ ലൈലത്തുൽ ഖദരി എന്നാണ്. ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ കാത്തിരിക്കണം, അതിന്റെ പ്രതിഫലം ആഗ്രഹിച്ച്, അതിന്റെ പ്രതിഫലം തേടിക്കൊണ്ട് നിങ്ങൾ അതിനെ നനച്ചിരിക്കണം, അതിനെ പ്രതീക്ഷിച്ചിരിക്കണം, അതിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കണം. അതേ പ്രയോഗമാണ് തഹറ എന്നാണ്. അപ്പോൾ ഈ ഒരു ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കാൻ കാണിച്ചിരുന്ന താല്പര്യത്തെക്കാൾ മറ്റൊരു നോമ്പിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താല്പര്യം കാണിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് ആ ദിവസത്തെ കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയാണ്, ഏതാണ് ആ ദിവസം? യൗമ ആശൂറ. ഏതാണ്? ആശൂറ ദിവസത്തെ നോമ്പിനെ കുറിച്ചാണ് പറയുന്നത്. വഹാദ ഷഹർ, അതേപോലെ തന്നെ റമളാനിലെ നോമ്പ്, റമളാനിന് ശേഷം ഏത് ആശൂറ നോമ്പ്. ഈ ആശൂറ നോമ്പ് അനുഷ്ഠിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്ന താല്പര്യം അത് മറ്റൊന്നിനും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഹദീസ് ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പൊ ഇതിൽ പ്രയോഗിച്ച പദം എന്താണ്? തഹറ എന്നതാണ്. ഇനി വേറൊരു ഹദീസിൽ പ്രയോഗിച്ചത് ത്വലബ യത്ലുബു എന്നാണ്. അന്വേഷിക്കുക, തേടിക്കൊണ്ടിരിക്കുക. ഈ ദിവസത്തിന്റെ ശ്രേഷ്ഠത തേടുന്നത് പോലെ, ആശുറ നോമ്പിന്റെ ശ്രേഷ്ഠത തേടുന്നത് പോലെ ഇതിൽ നോമ്പനുഷ്ഠിക്കാൻ ആ താല്പര്യം അത് അന്വേഷിക്കുന്നത് പോലെ മറ്റൊരു നോമ്പിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ താല്പര്യത്തോടു കൂടി അന്വേഷിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്ന വേറെ റിവായത്തും വന്നിട്ടുണ്ട്. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെയാണ്. മഅലിംതു, അതിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണ്. മറ്റേ റിവായത്തിൽ വന്നത് മറഅയ്തു, ഞാൻ കണ്ടിട്ടില്ല. മഅലിംതു, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സോമ യൗമൻ യത്ലുബു ഫളല. കണ്ടോ, അതിന്റെ ശ്രേഷ്ഠത അന്വേഷിച്ചുകൊണ്ട്, ശ്രേഷ്ഠത തെരഞ്ഞുകൊണ്ട് ഈ ദിവസത്തിന്റെ നോമ്പിനേക്കാൾ. അതാണ്, അത് ബുഖാരി മുസ്ലിമും തന്നെ റിവായത്ത് ചെയ്തിട്ടുള്ളതാണത്. അപ്പൊ ഇതിൽ എത്തുലബു, നേരത്തെ പറഞ്ഞ റിവായത്തിൽ വന്നത് തഹറ എന്നതാണ്. അപ്പോ ഈ രൂപത്തിലാണ് ഹദീസുകളിൽ വന്നിട്ടുള്ള പ്രയോഗം. അപ്പോൾ മറ്റു നോമ്പുകൾ അനുഷ്ഠിക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം, കൂടുതൽ ആഗ്രഹം, അതിന്റെ പ്രതിഫലം ഈ ആശുറ നോമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് ഈ ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ആറാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ആദ്യം നിർബന്ധമാക്കപ്പെട്ടു, ജാഹിലിയ കാലഘട്ടത്തിൽ ആളുകൾ ഈ നോമ്പ് അനുഷ്ഠിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും മക്കയിൽ വെച്ച് ഈ നോമ്പ് അനുഷ്ഠിച്ചു. ജൂതന്മാർ ഈ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. അതിന്റെ കാരണം അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ താല്പര്യത്തോടു കൂടി അനുഷ്ഠിച്ചിരുന്നത് ഈ നോമ്പായിരുന്നു. ഇങ്ങനെയുള്ള ഇതിന്റെ പ്രാധാന്യങ്ങൾ കൊണ്ട് തന്നെ ഇരിക്കണം സഹാബത്ത് അവരുടെ കുട്ടികളെ പോലും ഈ നോമ്പ്, ആശുറ നോമ്പ് അനുഷ്ഠിക്കാൻ പരിശീലനം കൊടുത്തിരുന്നു എന്നുള്ളത് പോലും നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഈ നോമ്പിന്റെ പ്രത്യേകത ആയിക്കൊണ്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ആശുറ നോമ്പ് അത് കുട്ടികളെ കൊണ്ട് പോലും അവർ ശീലിപ്പിക്കാറുണ്ടായിരുന്നെന്നാണ്. റുബയ്യ ബിൻത് മുഅവ്വിദിന്റെ മകൾ റുബയ്യ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള റിവായത്തിൽ കാണാം,
ഈ ആശുറ നോമ്പിന്റെ ശ്രേഷ്ഠതകൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന ഹദീസിന്റെ അവസാന ഭാഗത്ത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പില്ലാത്ത ആളുകള് അവര് ഇനി ആ നോമ്പ് അവര് പിടിച്ച് അതൊരു പൂർത്തിയാക്കിക്കൊള്ളട്ടെ, അതല്ലാത്ത ആളുകൾ നോമ്പ് അനുഷ്ഠിച്ചു കൊള്ളട്ടെ എന്ന് പറയുന്ന ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം, വനുസവ്വിമു സിബ്യാനന വനജ്അലു ലഹുമുൽ അൽലുഅബത മിനൽ ഇഹ്നി. വനുസവ്വിമു സിബ്യാനന, ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ നോമ്പനുഷ്ഠിപ്പിക്കാൻ പരിശീലിപ്പിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ അവർക്ക് എന്ത് ചെയ്യും, ഈ രോമങ്ങൾ കൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടങ്ങൾ അവർക്ക് കളിക്കാൻ വേണ്ടി കൊടുക്കും. ഫൈദാ ബക്ക അഹ്ദുഹും അല ത്വആമി അഅ്തൈനാഹു ദാക, അവര് ഭക്ഷണത്തിന് വേണ്ടി കരഞ്ഞാൽ ഞങ്ങളതിന് അവർക്ക് ആ കളിപ്പാട്ടങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ സമാധാനിപ്പിക്കും. ഹത്താ യകൂന ഇൻദൽ ഇഫ്താരി, നോമ്പ് തുറക്കുന്നത് വരേക്കും ഞങ്ങൾ എന്ത് ചെയ്യും, ആ കളിപ്പാട്ടം കൊടുത്തുകൊണ്ട് അവരെ സമാധാനിപ്പിക്കും. ഇങ്ങനെ ഞങ്ങൾ ഈ നോമ്പ്, ഇതിൽ വന്നിട്ടുള്ളത് ആശുറ നോമ്പിനെ സംബന്ധിച്ചാണ്. ഈ ആശുറ നോമ്പ് ഞങ്ങളിങ്ങനെ കുട്ടികളെ ശീലിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നത് സഹാബ വനിതകളാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ പറഞ്ഞത്, വഫിൽ ഹദീസി ഹുജ്ജത്തുൻ അലാ മശ്റൂഇയ്യത്തി തംരീനി സിബ്യാനി അല സിയാം. ഈ ഹദീസിൽ തെളിവുണ്ട് എന്തിന്, കുട്ടികളെ നോമ്പ്, എനിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെങ്കിൽ പോലും അവർക്ക് നോമ്പ് പരിശീലിപ്പിക്കുന്നത്, നോമ്പ് നോൽക്കാൻ അവരെ ശീലിപ്പിക്കുന്നത് അവരെ നമുക്ക് ശീലിപ്പിക്കാം എന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട് എന്നുള്ളത് ഇബ്നു ഹജർ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഇങ്ങനെ ഒരുപാട്, ഇപ്പൊ നമ്മൾ 6ഓളം ശ്രേഷ്ഠതകൾ നമ്മൾ എണ്ണി പറഞ്ഞു. ഇനി പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എടുത്തു ചോദിച്ചിട്ടുണ്ട്, ഈ നോമ്പ് നോറ്റാലുള്ള പ്രതിഫലം എന്താണ്? അപ്പൊ ഇത്രത്തോളം ഇതിന് ശ്രേഷ്ഠത ഉണ്ടായിരിക്കെ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതിന്റെ കാരണത്തെ കുറിച്ച് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു കൊടുത്തു. അബൂ ഖതാദ റളിയല്ലാഹുവിൽ നിന്നുള്ള, അൻസ്വാരിയായ അബൂ ഖതാദ റളിയല്ലാഹുവിൽ നിന്നുള്ള നിവേദനത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, സിയാമു യൗമ ആശുറ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത അല്ലതി ഖബല. മുമ്പുള്ള ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് ഇതിന്റെ പ്രതിഫലം. ഞാൻ അതാണ് എന്ത്, മുമ്പുള്ള ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. മുസ്ലിം ധരിച്ചിട്ടുണ്ട്, അബൂദാവൂദ് ധരിച്ചിട്ടുണ്ട്. അപ്പൊ ആശുറ നോമ്പിന്റെ അതിന്റെ എന്താണ് ആ നോമ്പ് നോറ്റാലുള്ള പ്രതിഫലം? ചില നോമ്പ്, അറഫ നോമ്പ് നമ്മൾ അനുഷ്ഠിച്ചു, അതിന് 2 വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും എന്ന് പറഞ്ഞു. ഇതിൽ പറഞ്ഞത് ഒരു വർഷത്തെ, മുമ്പുള്ള ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു ആശുറ നോമ്പിലൂടെ പുറത്തു തരും എന്നുള്ളതാണ്. അതിന് പ്രത്യേകം പണ്ഡിതന്മാർ പറഞ്ഞു, ഇങ്ങനെയുള്ള നോമ്പ്, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടൊക്കെ പാപങ്ങൾ പുറത്തു തരും എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ചെറിയ ദോഷങ്ങളാണ്. ആ പണ്ഡിതന്മാർ പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട്. അത് വലിയ പാപങ്ങൾക്ക് തൗബ നിർബന്ധമാണ്. അത് വേറെ ഹദീസിൽ അത് വന്നിട്ടുണ്ട്, വ്യക്തമായി തന്നെ വന്നിട്ടുണ്ട്. വലിയ പാപങ്ങളാണെങ്കിൽ, കബായറുകളാണെങ്കിൽ അതിന് തൗബ നിർബന്ധമാണ്. ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ എന്താണ്, ആ വിഷയത്തിൽ വന്നിട്ടുള്ള മറ്റൊരു ഹദീസ് ഇമാം മുസ്ലിം എന്റെ റിവായത്തിലുള്ള അബൂ ഹുറൈറയിൽ നിന്ന്, അസ്സലവാത്തുൽ ഖംസ് വൽ ജുമുഅത്തു ഇലൽ ജുമുഅ വറമളാൻ ഇലാ റമളാൻ മുകഫിറാത്തുൻ ലിമാ ബൈനഹുന്ന ഇദാ ജുത്നിബത്തിൽ കബായർ. ആ ഹദീസിൽ പ്രത്യേകം പറഞ്ഞു, ഒരു നമസ്കാരം മുതൽ മറ്റു നമസ്കാരം, ഒരു ജുമുഅ മറ്റൊരു ജുമുഅ, റമളാൻ മറ്റു റമളാൻ വരേക്കും അതിന്റെ ഇടക്കുള്ള പാപങ്ങൾ പൊറുക്കപ്പെടും. അത് പൊറുക്കും എപ്പോൾ? വൻ പാപങ്ങളിൽ നിന്നും മാറി നിന്നാൽ. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു, ശുദ്ധി, നമസ്കാരം, റമളാനിലെ നോമ്പ്, അറഫ നോമ്പ്, ആശൂറ നോമ്പ്, ഈ നോമ്പ് കൊണ്ടൊക്കെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ലിസ്സഗായിരി ഫഖത്ത്. ഫതാവൽ കുബ്രയിൽ അത് കാണാം, ലിസ്സഗായിരി ഫഖത്ത്, ചെറിയ ദോഷങ്ങൾ മാത്രം എന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വ്യാഖ്യാനിച്ചിട്ട് പറയുന്നത്. അപ്പോൾ 7ാമതായിക്കൊണ്ട് ഇതിന്റെ ശ്രേഷ്ഠത, മുമ്പുള്ള ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു ഈ നോമ്പിലൂടെ പുറത്തു തരും, ചെറിയ ദോഷങ്ങൾ ഈ നോമ്പിലൂടെ പൊറുക്കപ്പെടും എന്നുള്ളതാണ് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇത്രത്തോളം ഫളായിലുകളെ സംബന്ധിച്ചാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതാണ് ആശൂറ നോമ്പ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നു. മദീനയിൽ വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നോമ്പ് അനുഷ്ഠിച്ചു.
ഇനി ഇവിടെ വരുന്ന ചില സംശയങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നത് അത് റബീഉൽ അവ്വലിലാണ്. അപ്പോൾ എങ്ങനെയാണ് ആ സന്ദർഭത്തിൽ ജൂതന്മാർ നോമ്പനുഷ്ഠിച്ചിരുന്നു എന്നത് എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്? അവിടെ എന്താണ് ഹദീസിൽ വൈരുദ്ധ്യമുണ്ടോ? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്ത് അദ്ദേഹം മദീനയിലെത്തുന്നത് റബീഉൽ അവ്വലിലാണ്. നേരത്തെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസിൽ നമ്മൾ പറഞ്ഞ എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയ സന്ദർഭത്തിൽ ജൂതന്മാർ ആ നോമ്പനുഷ്ഠിക്കുന്നത് കണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു എന്താണ്? അതിന് അവർ മറുപടി കൊടുത്തു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാമിനോട് നിങ്ങളെക്കാൾ ഏറ്റവും കടപ്പെട്ടവരും ബന്ധമുള്ളവരും അത് ആ നോമനുഷ്ഠിക്കാൻ ഏറ്റവും അർഹരായവരും ഞങ്ങളാണ് എന്ന് പറഞ്ഞ ഹദീസ്. അപ്പൊ ആ ഹദീസിൽ തമ്മിൽ വൈരുദ്ധ്യമില്ലേ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തുന്നത് അത് റബീഉൽ അവ്വലിലാണല്ലോ. അതിന് പണ്ഡിതന്മാർ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പല രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതല്ലാതെ ഹദീസുകൾ പരസ്പരം വൈരുദ്ധ്യമുണ്ട് എന്ന് പറഞ്ഞ ഹദീസുകളെ നിഷേധിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് ആ ഹദീസിനെ അവര് ജമ്മ ചെയ്തിട്ടുണ്ട്, അതിൻ്റെതായ വ്യാഖ്യാനങ്ങൾ അവർ നൽകിയിട്ടുണ്ട്. ഇബ്നു ഹജർ, ഇബ്നു ഖയ്യിമിന്റെ സാദുൽ മആദിൽ നോമ്പിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് ഇത് വളരെ വിശദമായി ഇത് പറഞ്ഞിട്ടുണ്ട്, വളരെ വിശദമായി ഇത് വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് അത് പറഞ്ഞതിന്റെ ആശയം എന്നുള്ളത് വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ രത്ന ചുരുക്കം, അതിന് പണ്ഡിതന്മാർ പറഞ്ഞ ഒരു വ്യാഖ്യാനം, ഏറ്റവും പ്രധാനപ്പെട്ട വ്യാഖ്യാനം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട വ്യാഖ്യാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയത് റബീഉൽ അവ്വൽ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പിന്നെ അവര് നോമ്പനുഷ്ഠിക്കുന്നു, അത് കണ്ടു, മുഹറം നോമ്പനുഷ്ഠിക്കുന്നത് കണ്ടു എന്നത് പിന്നീട് അടുത്ത വർഷമാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്നു റബീഉൽ അവ്വൽ, പിന്നീട് റബീഉൽ ആഖിർ, പിന്നെ ജമാദ അൽ ഊല, അങ്ങനെ അടുത്ത ആശുറ, അടുത്ത മുഹറം. ആ മുഹറമിലെ നോമ്പനുഷ്ഠിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചോദിച്ചത് എന്നാണ് അതിന്റെ ഒരു വ്യാഖ്യാനം. ആ വ്യാഖ്യാനം ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ട്. സാദുൽ മആദില് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദീകരിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ വിശദീകരണത്തിന്റെ ഒരു ഭാഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ ഖദിമ യൗമൽ ഇസ്നൈനി ഫി റബീഉൽ അവ്വൽ സാനി അശറ, റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് ചോദിക്കുന്നതും അതിനെ സംബന്ധിച്ച് അറിയുന്നതും ഫിൽ ആമി സാനി അല്ലദീ കാന ബഅദ് ഖുദൂമിഹി അൽ മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയതിനു ശേഷം 2ാമത്തെ വർഷമാണ് എന്ന് ആര് പറയണം? സാദുൽ മആദിൽ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിരുന്നു. ഇതേപോലെ തന്നെയാണ് ഇബ്നു ഹജർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. അദ്ദേഹം പറയുന്നത് അന്നഫിൽ കലാമി ഹദ്ഫൻ തഖ്ദീറുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി, ജൂതന്മാർ നോമ്പനുഷ്ഠിക്കുന്നത് കണ്ടു, അവിടെ ഒരു വാചകം വിട്ടുപോയിട്ടുണ്ട്, അത് നമുക്ക് ഇങ്ങനെ കൂട്ടി വായിക്കാം എന്ന് പറഞ്ഞിട്ട് ഇബ്നു ഹജർ വിശദീകരിക്കുന്നത് ആ വാചകം എങ്ങനെയാണ്? അതായത് അദ്ദേഹത്തിന് വിശദീകരിച്ചിട്ട് പറയണം, ഖദിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി, ഫഖാമ ഇലാ യൗമി ആശൂറ, കണ്ടോ, ആശൂറ നോമ്പ് എത്തുന്നത് വരേക്കും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ആശൂറ നോമ്പെത്തി, ഫവജദൽ യഹൂദ ഫീഹി, അങ്ങനെ യഹൂദികളെ കണ്ടു, എങ്ങനെ അവര് നോമ്പനുഷ്ഠിക്കുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ആ സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചോദിച്ചത് എന്നാണ്. അതല്ല ഞാൻ ഹദീസിൽ തമ്മിൽ വൈരുദ്ധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെത്തിയത് റബീഉൽ അവ്വൽ തന്നെയാണ്. പിന്നീട് ഈ ചോദ്യം ചോദിക്കുന്നത് റബീഉൽ അവ്വൽ അല്ല. അപ്പൊ ആളുകൾ ചോദിക്കുന്നത് റബീഉൽ അവ്വലിൽ എങ്ങനെയാണ് അവര് അശറ നോമ്പ് അനുഷ്ഠിക്കുന്നത്? അപ്പൊ ആ ഹദീസുകൾ തമ്മിൽ വൈരുദ്ധ്യമില്ല എന്നാണ്. അപ്പൊ അതിന് ഇബ്നു ഹജർ, ഇബ്നു ഖയ്യിം ഒക്കെ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വ്യാഖ്യാനം ഇതാണ്. അടുത്ത വർഷം മുഹറത്തിലാണ് ഈ ചോദ്യം നടക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങൾ പറഞ്ഞതും എന്നാണ് അതിന്റെ ഒരു വ്യാഖ്യാനമായിട്ട് പറഞ്ഞത്. അപ്പൊ ഇത് വൈരുദ്ധ്യമല്ല എന്നർത്ഥം. രണ്ടാമതൊരു വ്യാഖ്യാനം പറയുന്നത് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വ്യാഖ്യാനം എന്താ വെച്ചാല്, അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നത് ഈ ജൂതന്മാര് അന്ന് ആ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് അവര് സൗരവർഷ കലണ്ടറിനെ അടിസ്ഥാനമാക്കിയിരുന്നു.
അങ്ങനെയാണെങ്കിൽ ഹദീസിൽ യാതൊരുവിധ സംശയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ റബീഉൽ അവ്വൽ മദീനയിലെത്തി. ആ സന്ദർഭത്തിൽ തന്നെയായിരുന്നു അവർക്ക് നോമ്പ് ഉണ്ടായിരുന്നത്. അവർക്ക് അതിൽ അബദ്ധം പറ്റിയതായിരുന്നു. എന്തുകൊണ്ട് അവർക്ക് അബദ്ധം പറ്റി? അവര് സൗരവർഷ കലണ്ടറിനെ ആധാരമാക്കിയിരുന്നത് കൊണ്ട്, അതിനെ അവലംബിച്ചുകൊണ്ട് അവർ നോമ്പ് അനുഷ്ഠിച്ചത് കൊണ്ട് അവർക്ക് ആ വിഷയത്തിൽ അബദ്ധം പറ്റിയതാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹ് രക്ഷപ്പെടുത്തിയത് അത് മുഹറം 10 തന്നെയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തുമ്പോൾ അന്ന് റബീഉൽ അവ്വലാണ്. ആ റബീഉൽ അവ്വലിൽ അവർ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. അത് അവർക്ക് അബദ്ധമാണ് സംഭവിച്ചത്. ആ അബദ്ധം സംഭവിക്കാനുള്ള കാരണം അവര് സൗരവർഷ കലണ്ടറിനെ, നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്, ഗ്രിഗോറിയൻ കലണ്ടർ അല്ലെങ്കിൽ ജൂലിയൻ കലണ്ടർ അല്ലെങ്കിൽ സൂര്യന്റെ ചലനത്തെ അടിസ്ഥാനമാക്കിയിട്ട് വർഷങ്ങളെ മനസ്സിലാക്കുന്ന ആ കലണ്ടർ, മാസങ്ങളെ കണക്കൂട്ടുന്ന ആ കലണ്ടർ, ആ കലണ്ടറിനെ അടിസ്ഥാനമാക്കിയത് കൊണ്ടാണ് അവർക്ക് അതിൽ അബദ്ധം സംഭവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സന്ദർഭത്തിൽ അവർ മുഹറം നോമ്പ്, അവർ ആശുറ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. പക്ഷെ അവർക്ക് യഥാർത്ഥത്തിൽ അതിൽ സംഭവിച്ചത് അബദ്ധമാണ്. ആ അബദ്ധത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുകയാണ്. ഏത് പദത്തിലൂടെ? നഹനു അഹഖു ബിമൂസാ മിൻകും എന്ന് പറഞ്ഞിട്ട് അതിനെ തിരുത്തുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. നിങ്ങൾ അബദ്ധത്തിലാണ് എന്ന് പറഞ്ഞിട്ട്. ഇതാണ് അതിന്റെ രണ്ടാമത്തൊരു വ്യാഖ്യാനം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ തന്നെ മൂന്നാമതൊരു വ്യാഖ്യാനം, ഇതേപോലെ തന്നെ അതല്ലാത്ത നാലാമതൊരു വ്യാഖ്യാനം, ഇങ്ങനെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ എന്താണെങ്കിലും അവര് ഈ ഹദീസിന് എന്ത് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്? ജംഅ ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതിന്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട വ്യാഖ്യാനമാണ്. അതെന്താ വെച്ചാൽ ജൂതന്മാരോട് യോജിക്കുന്നതിന് വേണ്ടി തന്നെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിച്ചത്. മക്കയിൽ വെച്ച് നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. മദീനയിലെത്തിയപ്പോൾ ജൂതന്മാർ ആ നോമ്പ് അനുഷ്ഠിക്കുന്നത് കണ്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അവരോട് യോജിക്കുന്നതിന് വേണ്ടി തന്നെ, ജൂതന്മാരോട് യോജിക്കുന്നതിന് വേണ്ടി തന്നെ ആ നോമ്പ് അനുഷ്ഠിച്ചു. അതിനു വേണ്ടി തന്നെ സ്വഹാബത്തിനോട് ആ നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിച്ചു, വളരെ ശക്തമായി കൽപ്പിച്ചു എന്നുള്ളതാണ്. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു വ്യാഖ്യാനം. അതായത് ജൂതന്മാരോട് മുവാഫക്കത്ത് ആയിത്തീരുന്നതിന് വേണ്ടി തന്നെ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പൊതു ഇതായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നതിന്റെ മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന ഒരു പൊതു തത്വം ഇതായിരുന്നു: ബഹുദൈവ വിശ്വാസികളോട് എതിരാവും, അഹ്ലു കിതാബുകാരോട് യോജിക്കുകയും ചെയ്യും. ആ അടിസ്ഥാനത്തിലാണ് ഈ നോമ്പ് വരുന്നത് എന്നാണ് ഇതിന്റെ മൂന്നാമതൊരു വ്യാഖ്യാനം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അങ്ങനെ പലരും അത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിനവര് തെളിവായിട്ട് കൊണ്ടുവരുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നുള്ള വിഷയത്തിൽ ഒരു ഹദീസ് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലു കിതാബുകാരോട് യോജിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു, വ്യക്തമായി വിരോധം വന്നിട്ടില്ലാത്ത പല വിഷയങ്ങളിലും. അതിനൊരു ഉദാഹരണം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി ചീകിയിടുന്ന വിഷയമാണ്. മുൻവശത്തേക്ക് മുടി ചീകിടുമായിരുന്നു. എന്നാൽ മുശ്രിക്കുകൾ അതിന് നേരെ എതിര് ചെയ്തിരുന്നു. എന്നാൽ വക്കാന അഹ്ലുൽ കിതാബ് യസ്ദിലൂന റഊസഹും, കണ്ടോ, അഹ്ലു കിതാബുകാർ ചെയ്തിരുന്നത് മുടി അവരുടെ നെറ്റിത്തടത്തിലേക്ക് താഴ്ത്തിയിടും. വക്കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു യുഹിബ്ബു, ഇഷ്ടപ്പെട്ടിരുന്നു, മുവാഫഖത്ത അഹ്ലി കിതാബ്, കണ്ടോ, അഹ്ലു കിതാബുകാരോട് യോജിക്കാനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാ? ബഹുദൈവ വിശ്വാസികളോട് എതിരാവുക. അപ്പൊ ഇതൊരു പൊതു തത്വം, നമ്മൾ വേറെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. വ്യക്തമായി വിരോധം വന്നിട്ടില്ലാത്ത സന്ദർഭത്തിൽ പിന്നീട് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഇതൊരു ഉദാഹരണം മാത്രം. പിന്നീട് ബാക്കി ഭാഗത്ത് കാണാം, പിന്നീട് അവരോട് എതിരാകാൻ കൽപ്പിച്ചു എല്ലാ വിഷയങ്ങളിലും. ഇസ്ലാമിന് പ്രതാപമായി, മുശ്രിക്കുകൾ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. അപ്പൊ അഹ്ലു കിതാബുകാരുടെ എതിരായി. അതിന്റെ മുമ്പ് അവരോട് മുവാഫഖത്ത് ആയിരുന്നു പല വിഷയങ്ങളിലും. അതിനുള്ള ഉദാഹരണം ഇപ്പൊ ഈ മുടി ചീകുന്നതുമായി ബന്ധപ്പെട്ട വിഷയം, ഇത് ബുഖാരി റിവായത്ത് ചെയ്തതാണ്. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ടാണ് പണ്ഡിതന്മാർ ആ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. മദീനയിലേക്ക് വന്നു. ആ സന്ദർഭത്തിൽ ജൂതന്മാർ നോമ്പ് അനുഷ്ഠിക്കുന്നത് കണ്ടു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് അത് ഒരു നിർബന്ധ സ്വഭാവത്തിൽ തന്നെ അത് അനുഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിച്ചു. അതിന്റെ കാരണം അവരോട് മുവാഫഖത്താകുക എന്നുള്ളത് തന്നെയായിരുന്നു. ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു: വസൗമു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹു യഹ്തമിലു അൻ യകൂന ബിഹുക്മിൽ മുവാഫഖത്തി ലഹും അലൈഹി. കണ്ടോ, അവരോട് മുവാഫഖത്താകാനുള്ള ഹുക്മ വിധി ഒരു കൽപ്പന ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതനുസരിച്ചിട്ടായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തത് എന്ന് ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്. ഈ ഹദീസുകള്
തെളിവായി നേരത്തെ പറഞ്ഞ നമ്മളെ ഹദീസ് തെളിവായിട്ട് ഉദ്ധരിച്ചുകൊണ്ട് ഇതാണ് അതിന്റെ മൂന്നാമതൊരു വ്യാഖ്യാനം പറയുന്നത്. പിന്നീട് റമദാനിൽ നോമ്പ് നിർബന്ധമായി. പിന്നീട് ആശുറ നോമ്പ് ആ ഒരു നിർബന്ധ സ്വഭാവത്തിൽ നിന്ന് അത് മാറ്റി ഒരു പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് എന്നുള്ള രൂപത്തിലേക്ക് ആക്കപ്പെട്ടു. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ അതിന് വന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. പിന്നെ അതില് മറ്റൊരു വിഷയം വരുന്നത്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ മുഹറം 9 നോമ്പനുഷ്ഠിക്കും. അപ്പോ ഈ പറഞ്ഞ ഹദീസിനോട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പൊ ആളുകൾക്ക് സംശയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഒരുപാട് കാലം ജീവിച്ചിരുന്നിട്ടുണ്ടല്ലോ, പിന്നെ ഈ ഹദീസ് അതിന് വൈരുദ്ധ്യമല്ലേ എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 9 നോമ്പ് അനുഷ്ഠിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അദ്ദേഹം മരിക്കുന്നതിന്റെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിയോഗം മരണപ്പെടുന്നതിന്റെ ആ തൊട്ട് മുമ്പുള്ള വർഷത്തിലാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. പിന്നെ അടുത്ത മുഹറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നിട്ടില്ല. അതല്ലാതെ മദീനയിൽ വന്ന ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട് എന്നല്ല അതിന്റെ ആശയമായിട്ട് മനസ്സിലാക്കേണ്ടത്. അവിടെ ഈ രൂപത്തിലാണ് അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ആ ഹദീസിൽ വന്നിട്ടുള്ളത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെയുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ ബഹുമാനിക്കുന്ന ദിവസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈദാ കാനൽ ആമുൽ മുഖ്ബിൽ, ഇൻഷാ അല്ലാഹ് അടുത്ത വർഷത്തിൽ നമ്മൾ എന്ത് ചെയ്യും, സുംന അൽ-യൗമ താസിഅ, മുഹറം 9 നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് മുസ്ലിമിന്റെ റിവായത്താണ്. വേറെ ഹദീസിൽ കാണാം, മുസ്ലിമിന്റെ തന്നെ മറ്റൊരു റിവായത്തില്, ലഇൻ ബഖീതു ഇലാ ഖാബിൽ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ലഅസൂമന്ന താസിഅ, തീർച്ചയായും ഞാൻ എന്ത് ചെയ്യും, മുഹറം 9 നോമ്പ് അനുഷ്ഠിക്കുക തന്നെ ചെയ്യും. അത് സ്വയായിട്ടുള്ള ഹദീസാണ്. മുസ്ലിം ബാക്കിയുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ അത് വന്നിട്ടുണ്ട്. അപ്പോ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വഫാത്ത് ആകുന്നതിന്റെ മുമ്പാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോയി. അപ്പൊ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത്, ജൂതന്മാരോട് എതിരാകാൻ, ക്രിസ്ത്യാനികളോട് എതിരാകാൻ, മറ്റുള്ള മതക്കാരോട് ആദർശങ്ങളോട് എതിരാകാൻ ഏറ്റവും നല്ലത് എന്താണ്, ഏറ്റവും നല്ലത്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് മുഹറം 9 10 നോമ്പ് അനുഷ്ഠിക്കുക എന്നതാണ്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്, മുഹറം 9 10 നോമ്പ് അനുഷ്ഠിക്കുക. ഇതിന് ഈ ഹദീസുകളെ പറ്റി ചർച്ച ചെയ്ത പണ്ഡിതന്മാർ പറഞ്ഞത് എന്താ വെച്ചാല്, 3 ഘട്ടങ്ങൾ, 3 അവസ്ഥകൾ, 3 രൂപത്തിൽ ആശുറ നോമ്പ് അനുഷ്ഠിക്കാം. ഷെയ്ഖ് ഹുസൈൻ പറയുന്നത് അതിന്റെ 4 കാര്യങ്ങളെ കുറിച്ചാണ്. അതിന്റെ ഒന്നാമത്തെ രീതി മുഹറം 9 10 11 ഇങ്ങനെ ഈ 3 ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുക. രണ്ടാമത്തെ രീതി മുഹറം 9 10 നോമ്പ് അനുഷ്ഠിക്കുക. മൂന്നാമത്തെ രീതി മുഹറം 10 മാത്രം നോമ്പ് അനുഷ്ഠിക്കുക. അപ്പോൾ ഈ രൂപത്തിലാണ് അവരതിനെ, പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. ഇബ്നു ഹജർ, അതേപോലെ തന്നെ ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, അവരൊക്കെ പറഞ്ഞത് ഈ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അവരൊക്കെ നൽകിയിട്ടുണ്ട്. ഈ രൂപത്തിൽ അത് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദീകരിച്ചിട്ടുണ്ട്. അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ അത് കാണാം. അപ്പൊ ആ രൂപത്തിൽ അത് ചെയ്യാം. ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും എതിരാകുന്നതിന് വേണ്ടി നമുക്ക് ആ രൂപത്തിൽ അത് ചെയ്യാം. മുഹറം 9 10 11, അതേപോലെ തന്നെ മുഹറം 9 10. ഇനി 10 മാത്രം അനുഷ്ഠിക്കുന്നത് കറഹത്താണെന്ന് ചില ആളുകൾ പറയാറുണ്ട്. പക്ഷെ അത് ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നത് അതിൽ യാതൊരു വിധ കറാഹത്തും ഇല്ല എന്നുള്ളത് പണ്ഡിതന്മാർ വ്യക്താക്കിയിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലുള്ള ആളുകൾ അത് വ്യക്താക്കിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സിയാമു ആശുറ ലഹു 4 മറാത്തിബിൻ, 4 മർത്തബകളാണ് ആശുറ നോമ്പിനുള്ളത്. അതിൽ ഒന്നാമത്തെ അൽ മർത്തബത്തുൽ ഊല, ഒന്നാമത്തെ മർത്തബ, ഏറ്റവും ഒന്നാമത്തെ മർത്തബ അൻ നസൂമ അത്താശ് വൽ ആഷിർ വൽ ഹാദി അഷർ. കണ്ടോ, മുഹറം 9 9 10 നോമ്പ് അനുഷ്ഠിക്കുക. അത് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, വഹാദ അലൽ മറാത്തിബ്, ഈ 4 മർത്തബകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മർത്തബതാണ് 9 10 11.
ഇത് വെറുതെ പറയുന്നതല്ല. 11 നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് ഒരു ഇമാം അഹമ്മദ് അതേപോലെ തന്നെ ഇബ്നു ഖുസൈമയൊക്കെ ഉദ്ധരിച്ച ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ് ആ ഹദീസ്? സൂമു യൗമൻ ഖബ്ല വയൗമൻ ബഅദ ഖാലിഫു അൽ യഹൂദ. നിങ്ങൾ ജൂതന്മാരോട് എതിരാവണം, അതിന്റെ മുമ്പ് നോമ്പൊൽക്കണം, അല്ലെങ്കിൽ അതിന്റെ ശേഷം നോമ്പൊൽക്കണം. എന്നാൽ ഈ ഹദീസ് ചില ആളുകൾ, ഷെയ്ഖ് അൽബാനിയൊക്കെ ഈ ഹദീസിനെ ലൈഫാക്കിയിട്ടുണ്ട്. എന്നാൽ പലരും ഈ ഹദീസിനെ സ്വഹിയാക്കിയിട്ടുണ്ട്. ഇത് ഒന്നെങ്കിൽ അതിന്റെ മുമ്പ് സൂമു യൗമൻ ഖബ്ല, അതായത് ആശുറ നോമ്പിന്റെ മുമ്പ്, അതായത് താസ്വ വയൗമൻ ബഅദ, അതിന്റെ ശേഷവും നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക ഉണ്ടോ, അതായത് 11. 9, 10, 11 ഖാലിഫു അൽ യഹൂദ, നിങ്ങൾ ജൂതന്മാരുടെ എതിരാണ്. ഷെയ്ഖ് അൽബാനി ഇത് ലൈഫാക്കിയിട്ടുണ്ട്. എന്നാൽ പലരും, ഇബ്നു ഹജർ അതേപോലെ തന്നെ ഷെയ്ഖ് അഹമ്മദ് ഷാക്കിർ അതേപോലെ തന്നെ വൈഹഖി, ഇവരൊക്കെ ഹദീസ് ഹസനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിൽ ആ ചർച്ചയിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പൊ ഷെയ്ഖ് ഹുസൈൻ പറയുന്നത് ഈ മൂന്നും ഇതാണ് ഇതിന്റെ ഏറ്റവും ഏറ്റവും ഉന്നതമായ മർത്തബ. രണ്ടാമത്തത് പറഞ്ഞാൽ മർത്തബത്തു അസാനിയ അത്താസിയു വൽ ആഷിർ, 9ഉം 10ഉം അനുഷ്ഠിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ. അൽ മർത്തബത്തു സാലിസ, മൂന്നാമത്തെ മർത്തബ അൽ ആഷിറു മഅൽ ഹാദി അഷർ, അതായത് 10 നോറ്റാൽ പിന്നെ എന്ത് ചെയ്യുക, അതിന്റെ കൂടെ 11 കൂടി നോൽക്കുക, കാരണം ജൂതന്മാർക്ക് എതിരാകുന്നതിന് വേണ്ടി. അൽ മർത്തബത്തു റാബിയ, നാലാമത്തെ മർത്തബ അൽ ആഷിറു വഹദ, അതായത് 10ാമത്തത് മാത്രം അനുഷ്ഠിക്കുക. അപ്പോ 10ാമത്തത് മാത്രം അനുഷ്ഠിക്കുക. അപ്പൊ അത് കറാഹത്തോ ആണെന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു രീതിയല്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലുള്ള റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള ആളുകൾ പറഞ്ഞു അതിൽ യാതൊരുവിധ കറാഹത്തുല്ല, ഒരാൾക്ക് മുഹറം 10 മാത്രം നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ്. അത് പറഞ്ഞവർ തന്നെ എന്ത് ചെയ്തു, അതിന്റെ ശ്രേഷ്ഠമായ രീതി എന്താണെന്നുള്ളത് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയോട് ചോദിച്ചു, എന്ത് ലോ അഫ്റദ അഹദുന ആശുറ ബിസ്സൗമി ഹൽ യകൂനു മക്റൂഹ, മുഹറം 10 മാത്രം ആശുറ നോമ്പ് മാത്രം അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് കറാഹത്തായി തീരുമോ? ഇബ്നു തൈമിയ്യയുടെ മറുപടി സിയാമു യൗമ ആശുറ കഫാറത്തു സനത്തിൻ വലാ യുക്റഹു ഇഫ്റാദുഹു ബിസ്സൗമി, ഒരു കറാഹത്തും അതിലില്ല, ഒരു വർഷത്തെ പാപങ്ങൾ അത് മുഖേന പുറത്ത് കിട്ടുമെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോ ഇതാണ് അത് സംബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടത്. ചുരുക്കത്തിൽ ഈ നോമ്പ് വളരെയധികം പ്രാധാന്യമുള്ള നോമ്പാണ്. അത് അനുഷ്ഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക, പരമാവധി ശ്രമിക്കുക. അതിന്റെ ഫളായിലുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞു. ഇത്തരത്തിലുള്ള സുന്നത്തായ കർമ്മങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഉണർത്തൽ മാത്രമാണ് ഉദ്ദേശിച്ചത്. അള്ളാഹു യഥാർത്ഥ സ്വാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഖുർആനും സുന്നത്തും സലഫു സ്വാലിഹ്യങ്ങളുടെ രീതിയിൽ മനസ്സിലാക്കി അതനുസരിച്ച് അമലിച്ച് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين. السلام عليكم.